ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ആരെങ്കിലും ആഗ്രഹിച്ചിട്ടായിരുന്നോ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സീക്വൽ ലഭിക്കുന്നേ? കാരണം ആർക്കെങ്കിലും ഗ്ലാഡിയേറ്റർ പോലത്തെ ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡമായിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു സീക്വൽ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? പിന്നെ എന്തിനാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സീക്വലിൻ്റെ ആവശ്യം എന്നുള്ളൊരു ചോദ്യം എൻ്റെ മൈൻഡിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് സിനിമ കാണുന്നതിന് മുമ്പ് വരെയും ആ ഒരു ചോദ്യം എൻ്റെ മൈൻഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ആവശ്യപ്പെടാതെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു സീക്വൽ തന്നെയാണ് ഗ്ലാഡിയേറ്റർ 2. പക്ഷേ ഗ്ലാഡിയേറ്റർ 2ന് മറ്റൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ കൂടി റിഡ്ലി സ്കോട്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു റിഡ്ലി അണ്ണൻ്റെ കയ്യിൽ ഇനിയും കുറച്ചും കൂടി, പുള്ളിക്കാരൻ തന്നെയാണല്ലോ ഫസ്റ്റ് ഫിലിമും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സ്റ്റോറിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുള്ളിക്കാരന് വീണ്ടും പറയേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുള്ളിക്കാരൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതിനെ വെച്ചായിരിക്കും നമുക്ക് ഈ ഒരു സീക്വൽ ലഭിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. എന്താണ് നമ്മൾ ഫസ്റ്റ് സിനിമയെ കണ്ടിട്ടുണ്ടായിരുന്നത്, ഏകദേശം അതേ സെയിം കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയുടെയും സ്റ്റോറി പ്ലോട്ട് ലൈനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എല്ലാം നഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അതിനുശേഷം പുള്ളിക്കാരൻ ഒരു സ്ലേവ് ആയി മാറുന്നു, പിന്നെ ഗ്ലാഡിയേറ്റർ ആയിട്ട് ഈ ഒരു റിവെഞ്ച് തീർക്കാൻ വേണ്ടി വരുന്നു. കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് റിവെഞ്ച് സ്റ്റോറി തന്നെയാണ് നമുക്ക് ഗ്ലാഡിയേറ്റർ 1ൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം ആ ഒരു സ്റ്റോറി തന്നെയാണ് നമുക്ക് ഒരിക്കൽ കൂടി അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ റസൽ ക്രോവിന്റെ മാക്സിമസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഗ്ലാഡിയേറ്റർ സിനിമയുടെ ആ ഒരു ഐക്കോണിക് ഡയലോഗ് പോലെ തന്നെ, ആർ യു ഗൈസ് നോട്ട് എന്റർടൈൻഡ്? അതിനുള്ള ആൻസറാണ് നമ്മൾ ഇന്ന് ഈ ഒരു റിവ്യൂവിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. സോ എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. സോ ആദ്യം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺഫ്യൂഷൻ തീർത്തേക്കാം. ഇത് നല്ലൊരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റിഡ്ലി സ്കോട്ടിന്റെ ആ ഒരു ലെഗസിയിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ എന്താ പറയുക, ബ്രഹ്മാണ്ഡമായിട്ടുള്ള സിനിമകളായിട്ടുള്ള ഏലിയൻ, ഗ്ലാഡിയേറ്റർ ഇതേപോലത്തെ സിനിമകളുടെയൊക്കെ പിന്നെയും പുതിയ പതിപ്പുകൾ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സമയത്തൊക്കെ റിഡ്ലി സ്കോട്ടിന്റെ തന്നെ സിനിമകൾ പുള്ളിക്കാരൻ എന്താ പറയുക, ഒരു കല്ലെടുത്തെറിയും, ചിലതൊക്കെ മാങ്ങേക്കൊള്ളും, ചിലതൊന്നും മാങ്ങേക്കൊള്ളൂല. അതേപോലത്തെ ഹിറ്റ് ആൻഡ് മിസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ റിഡ്ലി സ്കോട്ടിന്റെ ആ ഒരു കരിയർ ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഗ്ലാഡിയേറ്റർ 2നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്ലാഡിയേറ്റർ 2 നല്ലൊരു എന്റർടൈനിങ് പടമായിട്ട് എനിക്ക് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആക്ഷനും ഈ ഒരു ടൈം പീരീഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞ ഒറിജിനൽ സിനിമ അവിടെ നിൽപ്പുണ്ട്. സോ എന്താണെങ്കിലും നിങ്ങൾ ഒറിജിനൽ ആ ഒരു സിനിമ റസൽ ക്രോവിൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമ്പയർ ചെയ്ത് പോകും. അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ ഭയങ്കര ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു സിനിമയായതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയുടെ എന്താ പറയുക, ഒരു ഫോർ ഷാഡോയിലാണ് ഗ്ലാഡിയേറ്റർ 2 നിൽക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിന് അത്രയും ആ ഒരു ലെവലിലെത്താൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയ്ക്കകത്തുള്ള റസൽ ക്രോവിൻ്റെ പെർഫോമൻസ് ഒക്കെ ഞാൻ തന്നെ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ആ ഒരു ഐക്കോണിക് ഡയലോഗ്, പിന്നെ എന്താ പറയുക, വക്കീൻ ഫിനിക്സിൻ്റെ മറ്റേ ഒരു ഐക്കോണിക് ആയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഇത്. സോ അതിനകത്ത് കുറേ മൂമെൻറ്റ്സ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയും ഐക്കോണിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയില്ല. അത് ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഗ്ലാഡിയേറ്റർ എന്നുള്ള ആ ഒരു പേരിൽ വന്നതിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് തികച്ചൊരു സെപ്പറേറ്റ് സിനിമയായിട്ട് എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതിനൊരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കാൻ കഴിഞ്ഞേനെ. പക്ഷേ ഇതൊരു സീക്വൽ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഗ്ലാഡിയേറ്റർ 1ൻ്റെ ഒരു സീക്വലാണിത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന അതിനേക്കാളും കിടിലനാണോ എന്നാണ്. അപ്പോൾ എന്താണെങ്കിലും അതിനകത്ത് കമ്പാരിഷൻ വരും. സോ അത് തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു എന്താ പറയേണ്ട ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും നമുക്ക് ആർക്കും ഫസ്റ്റ് സിനിമയെക്കാളും കിഡിലെന്ന് എന്താണെങ്കിലും പറയാൻ സാധിക്കില്ല. പോൾ മെസ്കൽ ലൂസിയസിന്റെ ക്യാരക്ടറിനെ കിഡിലനായിട്ട് തന്നെയാണ് ത്രൂ ഔട്ട് ഈ ഒരു സിനിമയിൽ ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് കാണുമ്പോഴും നമ്മൾ എന്താണെങ്കിലും പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ മാക്സിമസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പോകും. കാരണം റസൽ ക്രോ ഗ്ലാഡിയേറ്റർ ആ ഒരു ഫ്രാഞ്ചൈസിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് അതുപോലെ തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മാക്സിമസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല പോളിന്റെ ക്യാരക്ടറിനെ. അതുപോലെ തന്നെ നമുക്ക് പീഡ്രോ പാസ്കലിന്റെയും ജോസഫ് ക്യൂനിന്റെയും ഒരു കിഡിലൻ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ കഴിഞ്ഞേക്കണം. പക്ഷേ ജോസഫ് ക്യൂനിന്റെ കാര്യം പറയുവാണെങ്കിൽ പുള്ളിക്കാരന്റെ പെർഫോമൻസ് എന്താണെങ്കിലും പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന വക്കീൻ ഫിനിക്സിന്റെ പെർഫോമൻസിന്റെ അടുത്തൊന്നും എന്താണെങ്കിലും എത്തിയിട്ടില്ല. പക്ഷെ ഇവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഒരു കിഡിലൻ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുള്ളത് മറ്റാരുമല്ല, അത് ഡെൻസൽ വാഷിംഗ്ടൺ തന്നെയാണ്. പുള്ളിക്കാരന്റെ ആ ഒരു മെയിൻ മാനിപ്പുലേറ്റർ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ വളരെ കിഡിലനായിട്ട് തന്നെ ഡെൻസൽ വാഷിംഗ്ടണിന് അത് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സോ കാസ്റ്റിംഗിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും അവർക്ക് കൊടുത്തിട്ടുള്ള റോൾ അവർ സൂപ്പറായിട്ട് തന്നെ ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതെല്ലാം
ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ സിനിമ വിചാരിച്ച് നിങ്ങൾ പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കമ്പാരിഷൻ തോന്നിപ്പോവും. സോ അപ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യത്തെ സിനിമയുടെ അത്രയും ഇവരുടെ പെർഫോമൻസ് എത്തിയില്ലല്ലോ നമ്മൾ തോന്നും. അതാ ഞാൻ പറഞ്ഞത് ഇതൊരു ഗ്ലാഡിയേറ്റർ ഫ്രാഞ്ചൈസി അല്ലാതെ വന്നിരുന്നെങ്കിൽ സെപ്പറേറ്റ് ഈ ഒരു റോമൻ ടൈം പീരിയഡിലുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ അതിനെ വിലയിരുത്താൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗ്ലാഡിയേറ്റർ കിടക്കുന്നതുള്ളത് കൊണ്ട് തന്നെ, കാരണം അത് ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഗ്ലാഡിയേറ്റർ സിനിമയുടെ പോസ്റ്ററൊക്കെ ഞാൻ വഴി കാണുന്ന പോസ്റ്ററൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് പോയി എൻ്റെ മുറിയിലൊക്കെ ഒട്ടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സോ അതാ ഞാൻ പറഞ്ഞ അത്രത്തോളം ഇമ്പാക്റ്റ് നമ്മുടെ പലരുടെയും, അതായത് നിങ്ങൾ ഈ ഒരു സിനിമകൾ കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലരുടെയും ലൈഫിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടാകുന്നത് തന്നെയാണ് ഈ ഒരു 20 വർഷത്തിന്റെ ഇൻ ബിറ്റ്വീനിലാണെങ്കിലും. പിന്നെ ഗ്ലാഡിയേറ്റർ സിനിമയെ പ്രത്യേകതയാക്കിയിട്ടുണ്ടായിരുന്ന മറ്റൊരു വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ആക്ഷൻ സീക്വൻസുകളും ആ ഒരു ഹ്യൂജ് ആക്ഷൻ സെറ്റ് പീസും തന്നെയാണ്. ആൻഡ് അത് പഴയ സിനിമയെക്കാളും കടത്തി വെട്ടിക്കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹ്യൂജ് ആയിട്ടുള്ള കൊളോസിയം ഫൈറ്റ്, അതുകൂടാതെ തന്നെ നേവൽ കോമ്പാക്റ്റ്, ഷിപ്പ് കോമ്പാക്റ്റ് ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രൂട്ടാലിറ്റി വേറെ ലെവലിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കാണുമ്പോഴും നമുക്കറിയാം അതെല്ലാം CGI വെച്ചാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ടെക്നോളജി യൂസ് ചെയ്ത് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോഴും നമ്മൾ 2000 ഇറങ്ങിയ ഗ്ലാഡിയേറ്റർ സിനിമ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. അന്നും ആ ഒരു ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും അത്രയും ഒരു മാസ് ആയിട്ടായിരുന്നു അവർ അന്നും ആ ഒരു ആക്ഷൻ സീക്വൻസ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതാ ഞാൻ പറഞ്ഞത്, ഏതൊരു പോസിറ്റീവിനകത്ത് എടുക്കുകയാണെങ്കിലും ആ ഒരു പോസിറ്റീവിനെ കടത്തി വെട്ടിക്കൊണ്ട് ഗ്ലാഡിയേറ്റർ 1 വന്ന് നിൽക്കുന്നതുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സിനിമയെ വിലയിരുത്താൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടും എനിക്കും പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട റിഡ്ലി സ്കോട്ടിന്റെ ഡയറക്ഷൻ ഒരിക്കൽ കൂടി പുള്ളിക്കാരൻ കിഡിലനായിട്ട് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം പുള്ളിക്കാരൻ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. ചില സമയത്ത് പുള്ളിക്കാരൻ്റെ സിനിമകൾ ചിലത് നല്ലതായിരിക്കും, ചിലത് പൊട്ടയായിരിക്കും. പക്ഷേ ഇത് നല്ലൊരു സിനിമ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു സിനിമ ആ കൂടി ഓവർഷാഡോ ചെയ്യുന്നത് ആ ഒരു ഒറിജിനൽ സിനിമ മാത്രമാണ്. പക്ഷെ അത് നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങളൊരു അതായത് ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങളിത് കാണാൻ പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ ഒരു സിനിമ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇത് നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഗ്ലാഡിയേറ്റർ 2 കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതൊരു നല്ലൊരു സീക്വൽ ആണോ എന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്തൊരു സീക്വൽ തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഇതിന് ആ ഒരു ഒറിജിനൽ സിനിമയുടെ ആ ഒരു ലെവലിൽ എത്താൻ കഴിയില്ല. കാരണം അത് വേറൊരു ലെവലാണ് ആ സിനിമ. അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. റസൽ ക്രോ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ആക്ടറിൻ്റെ ഡയലോഗ്സ്, മാസ് എൻട്രി, അതൊക്കെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും എന്താ പറഞ്ഞാൽ ആ ഒരു ഓർമ്മയിൽ വരും. നിങ്ങളിനി ഫസ്റ്റ് സിനിമ കണ്ടിട്ട് നേരെ ഇത് കാണാൻ പോയിക്കണം, അപ്പോഴും നിങ്ങൾക്ക് ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻറ്റ് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അത് അത്രയും മാസ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് റിവെഞ്ച് സ്റ്റോറി എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കുന്നത് തന്നെയാണ്. സോ ഗ്ലാഡിയേറ്റർ 1 റിവ്യൂ അല്ല, നമ്മൾ 2 റിവ്യൂ ആണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം ഗ്ലാഡിയേറ്റർ 2 ഒരു നല്ലൊരു എൻ്റർടൈനിങ് സിനിമ തന്നെയാണ്. ഒരു 7 out of 10 വരെ നമുക്ക് എന്താണെങ്കിലും കൊടുക്കാവുന്ന തന്നെയാണ്. നിങ്ങൾ ഗ്ലാഡിയേറ്റർ 2 സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, നിങ്ങൾ കണ്ടു കഴിഞ്ഞോ, നിങ്ങളുടെ ഫേവറേറ്റ് ഗ്ലാഡിയേറ്റർ സിനിമകളുടെ ആക്ഷൻ സീക്വൻസ് ഏതാ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട, ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി, ചെറിയൊരു കമ്മ്യൂണിറ്റി വളർത്താൻ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നത് തന്നെയായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുക. സോ വൺസ് അഗൈൻ താങ്ക് യു so much for watching this video guys. Stay safe guys, stay awesome. See you guys next episode.